രാജ്യത്ത് സ്ത്രീകളുടെ കരുത്തും വളർച്ചയും വിളിച്ചോതുന്നതായിരുന്നു ഇത്തവണത്തെ റിപ്പബ്ലിക് ഡേ. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ സാന്നിധ്യം തന്നെയായിരുന്നു ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ഡേ പരേഡിൻ്റെ പ്രത്യേകത. ശംഖും നാദസ്വരവും മുഴക്കി ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു റിപ്പബ്ലിക് ഡേ പരേഡ് വനിതകളിലൂടെ തുടക്കം കുറിക്കുന്നത്. രാഷ്ട്രപതി പതാക ഉയർത്തിയതിനു ശേഷം തുടങ്ങിയ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരന്നത് 80% വനിതകളായിരുന്നു. 100 വനിതകൾ ചേർന്ന് ഒഴുകുന്ന ശംഖുനാദത്തോടെയാണ് പരേഡ് ആരംഭിച്ചത്. ചരിത്രത്തിൽ ആദ്യമായി സേനാ വിഭാഗങ്ങളെ നയിച്ചത് 2 വനിതകളായിരുന്നു. പല പരേഡുകളും നയിച്ചത് സ്ത്രീകളായിരുന്നു. ഇതിലേറ്റവും ശ്രദ്ധേയമായത് സായുധ സേന മെഡിക്കൽ സർവീസസിൻ്റെ സമ്പൂർണ്ണ സ്ത്രീ സാന്നിധ്യമായിരുന്നു. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ നേർചിത്രമായ പരേഡിൽ സൈനിക നഴ്സിംഗ് സർവീസസിലെ 144 വനിതകളാണ് ചുവടുവെച്ചത്. സർവേ സന്തു നിരാമായ എന്ന പ്രമേയത്തിലായിരുന്നു ഈ സംഘത്തിൻ്റെ പരേഡ്. എല്ലാവരും രോഗത്തിൽ നിന്ന് മുക്തരാകട്ടെ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. രോഗികളുടെ പരിചരണത്തിനും പൊതുജനാരോഗ്യം ഉറപ്പാക്കുന്നതിനും റെജിമെൻറ്റുകളുടെ പ്രതിബദ്ധതയുടെ തെളിവാണ് ഇന്നത്തെ പരേഡെന്ന് ഇന്ത്യൻ സായുധ സേന മെഡിക്കൽ സർവീസസ് പറഞ്ഞു. 2023 ഫെബ്രുവരിയിൽ തുർക്കിയെ പിടിച്ചുകുലുക്കിയ ഭൂകമ്പത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ദോസ്തിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചത് സായുധ സേന മെഡിക്കൽ സർവീസസ് ആയിരുന്നു. ഇന്ത്യൻ ആർമിയിലെ മെഡിക്കൽ ഓഫീസർമാരും ജീവനക്കാരും നടത്തിയ കൂട്ടായ പരിശ്രമത്തിലായിരുന്നു ഓപ്പറേഷൻ ദോസ്ത്. ഇതുകൂടാതെ ചരിത്രത്തിൽ ആദ്യമായി കർത്തവ്യപഥത്തിൽ ഉജ്ജ്വലമായ ബൈക്ക് അഭ്യാസ പ്രകടനവുമായി CRPF, BSF, SSS വനിതകളും നാരീശക്തി വിളിച്ചോതി. റിപ്പബ്ലിക് ദിന പരേഡിൽ ആദ്യമായി ഡൽഹി പോലീസിന്റെ വനിതാ ബാൻഡും പങ്കെടുത്തു. 500 വർഷം പഴക്കമുള്ള ഇമാ ഖെയ്ത്തേൽ ടാബ്ലോയിലൂടെയാണ് മണിപ്പൂർ തങ്ങളുടെ നാരീശക്തി വിളിച്ചോതിയത്. സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന ഒരു മാർക്കറ്റിനെയാണ് ഇമാ ഖെയ്ത്തേൽ എന്ന് വിളിക്കുന്നത്. ഇത്തവണത്തെ പരേഡിലെ മറ്റൊരു പ്രത്യേകത ഫ്രഞ്ചിൽ നിന്നെത്തിയ സംഘങ്ങളായിരുന്നു. 95 ഫ്രഞ്ച് സേനാംഗങ്ങൾ പരേഡിൽ മാർച്ച് ചെയ്തു. 33 പേരുള്ള ബാൻഡ് സംഘവും ഫ്രാൻസിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഫ്രാൻസിൽ നിന്നെത്തിയ 2 റാഫേൽ യുദ്ധവിമാനങ്ങളും ടാങ്കറും പരേഡിനെ പറന്നു. റിപ്പബ്ലിക് ദിനത്തിലെ ഏറ്റവും ആകർഷകമായ ഈ പരേഡുകൾ രാവിലെ 10:30 വിജയ് ചൗക്കിൽ നിന്നും ആരംഭിച്ച് കർത്തവ്യപഥത്തിൽ 12 മണിയോടെയാണ് അവസാനിച്ചത്. കേരളമടക്കമുള്ള പല സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങൾക്ക് ഇത്തവണയും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടായിരുന്നില്ല. ടാബ്ലോയിഡുകളുടെ ഉത്തർപ്രദേശിൻ്റെയും ISROൻ്റെയും നിശ്ചല ദൃശ്യങ്ങൾ ശ്രദ്ധ നേടി. ഉത്തർപ്രദേശിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾ, രാമക്ഷേത്രം തുടങ്ങിയവയെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു നിശ്ചല ദൃശ്യങ്ങൾ. എന്നാൽ ISROൻ്റെ ആവട്ടെ ഇത്തവണ അവർ ബഹിരാകാശത്ത് കൈവരിച്ച നേട്ടങ്ങളെ കാണിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളായിരുന്നു. ചന്ദ്രയാൻ ഉൾപ്പെടെയുള്ളവ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ പ്രമേയം ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ്, വികസിത് ഭാരത് എന്നിവയായിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആയിരുന്നു ഇത്തവണത്തെ റിപ്പബ്ലിക് ഡേയിലെ വിശിഷ്ടാതിഥി. ഓരോ റിപ്പബ്ലിക് ദിനവും രാജ്യം പരമാധികാര രാഷ്ട്രമായി മാറിയതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. 3000-ഓളം അതിഥികൾ ഉൾപ്പെടെ ഏകദേശം 77,000-ഓളം പേരാണ് കർത്തവ്യപഥിലെ റിപ്പബ്ലിക് ദിനാഘോഷം നേരിൽ കാണുവാനായി എത്തിയത്. ഇന്ത്യയുടെ സാംസ്കാരിക സവിശേഷതയെയും സൈനിക ശക്തിയെയും പ്രകടിപ്പിക്കുന്ന പ്രകടനങ്ങളാണ് ഇന്ന് കർത്തവ്യപഥിൽ നടന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.